രാഷ്ട്രീയക്കാർ കവികളാകുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ഒരു പാർട്ടി സെക്രട്ടറി പ്രചരണ ഗാനം എഴുതിയാലോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രചാരണ ഗാനം തയ്യാറാക്കിയിരിക്കുന്നത് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. റിപ്പോർട്ട് കാണാം. നിരവധി കമ്മ്യൂണിസ്റ്റുകാർ പാട്ടെഴുത്തുകാരായിട്ടുണ്ട്. അനശ്വര വിപ്ലവ ഗാനങ്ങൾ എഴുതിയ വയലാറിലും പി ഭാസ്കരനിലും തുടങ്ങുന്നതാണ് ആ നിര. ഇപ്പോൾ ഇതാ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഗാനരചനയിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രശസ്ത പിന്നണി ഗായകൻ പന്തളം ബാലനാണ് ആലാപനം. നടൻ പ്രേംകുമാർ ഗാനത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ഈ പ്രസ്ഥാനം ഇല്ലെങ്കിൽ, ഒരു ലെഫ്റ്റ് ചേരിയില്ലെങ്കിൽ ഇന്ത്യ തകർന്നു പോകും. കാരണം നമ്മൾ ഇത്ര വരെ ജീവിച്ച് നമ്മുടെ പുതിയ തലമുറ എന്ത് കണ്ട് പഠിക്കും? ഒരു നിയോഗമായിട്ട് ഞാൻ കാണുന്നു. കാലഘട്ടത്തിന് ആവശ്യമാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ. തിരിച്ചറിവുകൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ തകർന്നു പോകും. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യവും ഇടതു പ്രസ്ഥാനങ്ങളുടെ പ്രസക്തിയുമാണ് വരികളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ഇടതുപക്ഷത്തിന്റെ പ്രചരണത്തിന് ഈ ഗാനവും മാറ്റുകൂട്ടും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.